എഡ്യൂക്കേഷനും ചൂടും തമ്മിലുള്ള ബന്ധം. അല്ല, ഒന്നും കിട്ടുന്നില്ല പറയാനായിട്ട്. പൊട്ടത്തരെങ്കിലും വിളിച്ചു പറ. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ വലിയ വിഷയമാവും. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? കിട്ടുന്നില്ല. പറഞ്ഞു ഡിഗ്രി. അപ്പോൾ ഒരു പ്രൊഫഷനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരുന്ന സക്സസ് ആയ ആൾക്ക് ചോദിച്ചിട്ട് കാര്യമില്ല. അതേ സ്ഥാനത്ത് അതേ പ്രൊഫഷൻ തന്നെ പൊട്ടിപ്പോയ ആൾക്കാരും കാണും. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. അവർ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. സ്വന്തമായി കസേരയുള്ള മാൻ, ചെയർമാൻ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതൊക്കെ പഴയ സാധനം. ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇയാളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യുക. ഏത് സബ്ജക്റ്റിനോടാണ് ഇഷ്ടം, എന്ത് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്, എന്താവാനാണ് താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. +2 കഴിഞ്ഞതിന് ശേഷം എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നത്. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ആൻസറായിട്ട് ഇന്ന് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത് എഡ്യൂസ്പോർട്ട് കൺസൾട്ടൻസിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള സൗരഭ് സാറാണ്. ഹലോ സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. സാറിനൊക്കെ വിളിക്കണോ? ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് വെറുതെ വിളിച്ചതേ ഉള്ളൂ. സൗരഭ് സാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. പിന്നെ സാറിന് വിളിക്കേണ്ട കാര്യമില്ല, ഫോർമലായി പോവല്ലേ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ യാത്രയൊക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് പ്രശ്നമായിരുന്നു, മലെത്തി. അപ്പം ആദ്യം തന്നെ നമുക്ക് സൗരഭ് ചേട്ടന്റെ ഫാമിലിയെ പറ്റി ചോദിക്കാം. ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ? ഫാമിലി എന്താണ്? ഫാമിലിയുടെ സപ്പോർട്ടാണോ അതോ എങ്ങനെയായിരുന്നു ഈ എഡ്യൂസ്പോർട്ട് കൺസൾട്ടന്റ് എന്നുള്ളൊരു ബ്രാൻഡ് തുടങ്ങാൻ നേരം ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ, അതായത് റീസെൻ്റ്ലി ഒരു 2 years ആയി ഫാമിലി ഇതിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അവരോട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റം ഫോമായി, ബിസിനസ്സിലൊരു സിസ്റ്റം ഫോമായി. ആദ്യം ഫാമിലിയിൽ നിന്ന് എതിർപ്പോ കാര്യങ്ങളൊക്കെ എതിർപ്പുണ്ടായിരുന്നു ഓബിയസ്ലി. എന്ത് പറഞ്ഞിട്ടാണ് അവരെ എതിർത്തത്? ജസ്റ്റ് നമുക്കൊരു സ്റ്റാർട്ടപ്പ് പറയുമ്പോഴത്തേന് എന്തായാലും അവർക്ക് അതിനൊരു വിഷൻ കാണൂലല്ലോ. നമുക്കേ അറിയത്തില്ലായിരിക്കും അത് എന്തായിരിക്കും എന്നുള്ള കാര്യം. അപ്പം ചേട്ടൻ ഓക്കെ, നമ്മൾ പ്രൊഫഷണലി നോക്കുവാണെങ്കിൽ എന്താണ് പഠിക്കുന്നത്? ഞാൻ ഫാമിലിയാണ് ചെയ്യുന്നത്. ഫാമിലി അതെങ്ങനെയുണ്ട്? അത് ഇഷ്ടപ്പെട്ടെടുത്തൊരു കോഴ്സ് ഞാൻ തന്നെയാണോ? പേരൻസിന് വേണ്ടി എടുത്തത്. പിന്നെ അത് പഠിച്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു എയിം കൊണ്ട് മാത്രം നിൽക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടെ പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ബിസിനസ് തന്നെയാണ്. ഇപ്പോൾ ബിസിനസ്, എന്ത് ബിസിനസ്സിനോടാണ് താല്പര്യം? എഡ്യൂക്കേഷൻ ഫീൽഡ് തന്നെ. എഡ്യൂക്കേഷൻ. വേറെ ഏതെങ്കിലും ഫീൽഡിൽ കൈവച്ചിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഫീൽഡിൽ കൈവച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതിലോട്ട് പോകാനുണ്ടായ ഒരു റീസൺ? അത് നമ്മളുടെ ടൂർ തന്നെ. 8th 9th പഠിക്കുന്ന ടൈമിൽ നമുക്ക് ടൂർ ഉണ്ടായിരിക്കുമല്ലോ സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബ്രദർഹുഡ് എന്നായിരുന്നു പേര് ടൂർ പാക്കേജ്. ഇപ്പോഴും ഉണ്ടോ അത്? ഇപ്പോഴും ഉണ്ട് നിലവിൽ. വേറെ ആരെങ്കിലും ആണോ? വേറെ ഒരാളാണ് നടത്തുന്നത്. ഓക്കെ. സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ? അനിയനുണ്ട്. അനിയൻ എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതാണ്. അപ്പം അനിയനെ എനിക്ക് പേഴ്സണലി അറിയാം, അനിയനെയും ചേട്ടനെയും എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ഇനി നമ്മുടെ ഇടയിൽ ഒരു ഫോർമൽ ഇത് വേണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അല്ലേ? അതെ. ഓക്കെ. അനിയനിപ്പം എവിടെയാണ്? അവർ തന്നെ പഠിക്കുന്നു. പറയല്ല, എനിക്കറിയാം, ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. അടൂർ സെന്റ് മേരീസിൽ. ഓക്കെ. പേഴ്സണലി ചോദിക്കുകയാണ്, അനിയനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? പറഞ്ഞാൽ കേട്ടോളൂ. ശരി, അവൻ ചേട്ടൻ അനിയൻ വെച്ച് അതെ, ചേട്ടനെ പോലെ അല്ല അനിയൻ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ? പിന്നെ ഇൻട്രോവേർട്ട് അവൻ അത്യാവശ്യം. അതെ, ഇൻട്രോവേർട്ട് ആണ് ചേട്ടൻ, എക്സ്ട്രോവേർട്ടും. അതെ. അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? ബോണ്ടിങ് എന്താണ്? അവന് ഏറ്റവും കൂടുതൽ കാര്യം തന്നെയാണ്. വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ കേൾക്കുവാണെങ്കിലും ഞാൻ പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ. കൂടുതൽ പ്രയോറിറ്റി എനിക്കായിരിക്കും തരുന്നത്. അതാണ് അവൻ്റെ ക്യാരക്ടർ. ഓക്കെ, നമുക്ക് ഫാമിലിയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് പ്രൊഫഷനെ പറ്റിയിട്ട് നമുക്കൊന്ന്, അതായത് എൻ്റെ പ്രൊഫഷനാണോ പാഷനാണോ? രണ്ടാണ്. എന്താണ് പ്രൊഫഷൻ, എന്താണ് പ്രൊഫഷൻ? ഞാൻ പറഞ്ഞല്ലോ, ഫാമിലി. ഞാൻ മെഡിക്കൽ ഫീൽഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എങ്കിൽ നമുക്ക് സൗരഭ് ചേട്ടൻ്റെ പാഷനെ പറ്റി സംസാരിക്കാം അല്ലേ? ഓക്കെ, അതായിരിക്കും നല്ലത്. ഓക്കെ. ഈ ഒരു ഫീൽഡിലോട്ട് വരാനുണ്ടായ ഒരു റീസൺ, എഡ്യൂക്കേഷൻ ആണ് എൻ്റെ പാഷൻ, എഡ്യൂക്കേഷൻ ഫീൽഡാണ് എൻ്റെ പാഷൻ എന്ന് തീരുമാനിക്കാനുണ്ടായ ഒരു കാര്യം? ആക്ച്വലി ഞാനാണെങ്കിൽ ഫസ്റ്റ് എൻ്റെ അഡ്മിഷൻ ടൈമിൽ, അതായത് ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന അഡ്മിഷൻ ടൈമിൽ തന്നെ എനിക്ക് ഇതിൻ്റെ ലിങ്ക്സും കാര്യങ്ങളും എല്ലാം കണക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പേരൻസിനെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പുറത്ത് വേറെ ആരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അങ്ങനെയായിരുന്നു എൻ്റെ അഡ്മിഷൻസും കാര്യങ്ങളുമൊക്കെ പ്രോസസ്സായി പോയത്. പക്ഷേ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല.
സാറ്റിസ്ഫൈഡ് ഇനിയും പിന്നെ നമ്മൾ എന്തായാലും കയറി പോയല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഫോളോ അപ്പും കാര്യങ്ങളുമായിട്ട് അതങ്ങനെ പോയി. കോളേജും കാര്യങ്ങളും എനിക്കൊന്നും അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥലം പോയിരിക്കുന്ന സ്ഥലം അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പയ്യെ പയ്യെ ആ ഒരു അപ്പം സമയത്ത് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഉണ്ട്. ഫസ്റ്റ് എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ ടെലികോളിങ് എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ട്. പിന്നെ എൻ്റെ മാർക്കറ്റിംഗ് ടീം ദിയ ഞാൻ ആ ദിയ ആയിരുന്നു ഫസ്റ്റ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ. അതെ, ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് എഡ്യൂസ്പോർട്ട് കൺസൾട്ടൻസ് കുറെ ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങിയതല്ലേ? അതെ അതെ അത് അതെ. സമ്മതിക്കേണ്ട സമ്മതിച്ചു. ബുദ്ധിമുട്ട്. അതെ, അതിന് ശേഷമാണ് കുറെ ആൾക്കാരിലേക്ക് അല്ല, ഒരു എത്തിയത്. വർഷം ഫുള്ള് ദിയയുടെ വീഡിയോ മാത്രമായിരുന്നു മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമല്ല എഡ്യൂസ്പോർട്ട് കൺസൾട്ടൻസിന് ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം എൻ്റെ കാര്യം തന്നെ പേഴ്സണലി പറയുവാണെങ്കിൽ, ഞാൻ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏത് കോഴ്സ് എടുക്കണം എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. +1 +2 നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ക്ലാസ് അങ്ങനെ അതിനെ ബേസ് ചെയ്തൊരു ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പം ഇപ്പോഴും ഞാൻ എൻ്റെ പാഷൻ്റെ പുറത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു പ്രൊഫഷൻ അല്ലെ പഠിക്കുന്നത് ഞാൻ ഒരിക്കലും നല്ല ഇഷ്ടപ്പെട്ടെടുത്തൊരു കാര്യമല്ല. അപ്പം ഒരു പ്രോപ്പർ ഇഷ്ടപ്പെട്ട പാഷൻ എന്തായിരുന്നു? എന്നെ സംബന്ധിച്ച് എനിക്ക് ബിസിനസ് ഫീൽഡിലോട്ടായിരുന്നു താല്പര്യം. പക്ഷേ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് എൻ്റെ കയ്യിൽ വേണം. അങ്ങനെയായിരുന്നു ഞാൻ BSc സൈക്കോളജി എടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വന്നത്. അതിനുവേണ്ടി എല്ലാം ശരിയാക്കി തന്നത് സൗരവ് ചേട്ടനായിരുന്നു. അതെല്ലാം ഫിക്സ് ആക്കി വെച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വന്നിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോവാന്ന് പറഞ്ഞത്. കാരണം കൂടെ പറ. കാരണം എന്താ? കാരണം ദിയയുടെ ഷോപ്പിലെങ്ങാണ്ട് ഒരു ആൻറ്റി വന്നു, ഇതുപോലെ സൈക്കോളജി പഠിച്ചിട്ടുള്ള പുള്ളിക്കാരി വന്നു. അപ്പോൾ അവരാണെങ്കിൽ ഇതുപോലെ വന്ന് പറഞ്ഞു, കോഴ്സ് എടുത്തിട്ട് കാര്യമില്ല, വെറുതെ ആയിപ്പം വേസ്റ്റ് ആയിപ്പം പൈസ വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞ കാര്യം എന്ത്, അവർക്ക് കിട്ടിയ ട്രീറ്റ് ആയിരിക്കത്തില്ല ആ കോഴ്സിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു. ഒരു സർട്ടിഫിക്കറ്റ് അത് എത്തേണ്ട ആളുടെ എത്തിയാലേ അതിന് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല, വെറും പേപ്പറാണത്. അതെ, ആ ഒരു തിരിച്ചറിവ് അന്ന് എനിക്കുണ്ടായില്ല. എന്നാലും കുഴപ്പമില്ല, ഇപ്പം എടുക്കുന്നൊരു പ്രൊഫഷനിൽ വളരെ ഹാപ്പി ആയിട്ട് പോകും എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? സാധിക്കും. നോർമലി ഇപ്പം ഈ പേരൻസിൻ്റെ പ്രഷറും അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ പരിചയമുള്ള ആൾക്കാർ ഫ്രണ്ട്സ് പോകുന്നതിൻ്റെ കൂടെ ഒന്നും പോകാതെ സ്വന്തമായിട്ട് എന്താ വേണ്ടതെന്നുള്ള കണ്ടുപിടിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. എന്നാലേ ഒരു സ്ഥിരത ഉണ്ടാവത്തുള്ളൂ. അപ്പം എഡ്യൂസ്പോർട്ട് കൺസൾട്ടൻസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് കൗൺസിൽ ചെയ്യുന്നത്. വേറെ ടീംസിൽ ആരൊക്കെയുണ്ട്? വേറെ ടീംസിന് സാഹിലുണ്ട്, അനുരാഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് പിള്ളേരുണ്ട്. അപ്പം നിങ്ങൾ എന്താണ് മെയിൻലി ചെയ്യാറ്? ഓരോ സ്കൂൾസ് പോയി വിസിറ്റ് ചെയ്യുമോ? എങ്ങനെയാണ് ചെയ്യുന്നത്? കുറേ സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഈ കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് നിങ്ങൾ കൊടുക്കുന്നത്? നമ്മൾ നോർമലി നമുക്ക് വരുന്ന ലീഡ്സ്, നമുക്ക് റെഫറൻസ് വരും, നമ്മുടെ സ്റ്റുഡൻസിനെ നമുക്ക് റെഫറൻസ് തരും. അതെന്തായാലും ക്വാളിറ്റിയും സർവീസും ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ തരുന്ന റെഫറൻസ് ആണ് നമ്മൾ കൂടുതലും കൺവേർട്ട് ചെയ്ത് സീറ്റ്സ് ആക്കാറ്. സംസാരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട്. ഒരു ഗുഡ് ഗൈഡൻസിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എന്താണ് ചെയ്യേണ്ടത്? ഗുഡ് ഗൈഡൻസ് എന്ന് പറയുമ്പോഴത്തേന് ചുമ്മാ ഒരാടുത്ത് പോയി ഗൈഡൻസ് ചോദിക്കാൻ പറ്റത്തില്ല. ഗുഡ് ഗൈഡൻസും ഉണ്ട്, ബാഡ് ഗൈഡൻസും ഉണ്ട്. ഇപ്പോൾ ഒരു പ്രൊഫഷനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരുന്ന് സക്സസ് ആയ ആൾക്ക് പോയി ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അതേ സ്ഥാനത്ത് അതേ പ്രൊഫഷൻ തന്നെ പൊട്ടിപ്പോയ ആൾക്കാരും കാണും. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, അവർ നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. പക്ഷേ മറ്റേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാന്നുണ്ടെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ്സും അതിൻ്റെ രണ്ട് സൈഡും അവർ പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഫീൽഡ് എടുത്ത് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോബാക്സ് മാത്രമേ പറയത്തുള്ളൂ. അപ്പം ഇപ്പം എനിക്കൊരു കോഴ്സ്, ഇപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, എനിക്കൊരു കോഴ്സ് ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ എങ്ങനെയുള്ള ആൾക്കാരോട് സജഷൻസ് ചോദിക്കാം? ഫസ്റ്റ് ആ കോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ആ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് സജഷൻ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കരിയർ കൗൺസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവരാകുമ്പോഴത്തേന് രണ്ട് സൈഡും പറഞ്ഞു തരും. നെഗറ്റീവ് സൈഡും പറഞ്ഞു തരും, പോസിറ്റീവ് സൈഡും. എല്ലാ കോഴ്സിനും എല്ലാ കോളേജിനും എല്ലാത്തിനും ഉണ്ട് നെഗറ്റീവ്, രണ്ട് സൈഡ് ഉണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈ +1 +2 പഠിക്കുന്ന ടൈമിലാണല്ലോ ഒരു ഇത് വരുന്നത്, +2 കഴിഞ്ഞിട്ട് എന്തെടുക്കണം, എന്ത് കോഴ്സിലാണ്, ഏത് കോഴ്സാണ് എനിക്ക് പറ്റിയത്?
ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ആൾക്കാരോട് സജഷൻസ് ചോദിക്കാൻ കഴിയും? ഒന്ന് ഒരു പ്രൊഫഷനാണ് നോക്കുന്നുണ്ടെങ്കിൽ, പ്രൊഫഷണൽ കോഴ്സാണ് നോക്കുന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരടുത്ത് ചോദിക്കാം. കാരണം ദിയ ചെന്നിട്ട് ഇപ്പോൾ ദിയയുടെ പപ്പ എന്താ ചെയ്യുന്നത്? പപ്പയ്ക്ക് ബിസിനസ്സാണ്. ബിസിനസ്സാണ്. അപ്പോൾ പപ്പയടുത്ത് ചെന്നിട്ട് MBBSനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും പറയാൻ അറിയോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ ഏത് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലേ അതിനെപ്പറ്റി പറയാം. അപ്പോൾ അവർക്ക് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കോമൺലി പുള്ളി എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് അത് നല്ലതാണ്, ഡോക്ടറല്ലേ, നല്ലതാണെന്നല്ലേ പറയത്തുള്ളൂ. പക്ഷേ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ചോദിക്കുമ്പോൾ അതിൻ്റെ കുറേ നെഗറ്റീവ്സും അവർ പറയും, പോസിറ്റീവ്സും പറയും. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ നെഗറ്റീവ്സ് ആയിരിക്കും കുറച്ച് ഹിറ്റാവുന്നത്. കാരണം അവർക്ക് അതിനോട് ഒരു പാഷൻ കാണത്തില്ല. പക്ഷെ ചില ആൾക്കാർക്ക് പോസിറ്റീവ്സ് കയറി കത്തും, അവർക്ക് പാഷൻ കാണും. ഞാൻ +2 കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുമായിരുന്നു എനിക്ക് എന്തിനു പോകാനാണ് ഇഷ്ടം എന്നെല്ലാവരും ചോദിക്കും. ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് എന്ത് ഫീൽഡാണ് ഇഷ്ടം? എനിക്ക് പൊതുവെ ഈ ആങ്കറിങ് ഫീൽഡ്, ആ ഒരു ഫീൽഡിലോട്ടാണ് എനിക്ക് താല്പര്യം. അപ്പം എൻ്റെ അതാണ് ഫാമിലി പാഷൻ. എൻ്റെ പാഷൻ അതാണ്. ഞാൻ പിന്നീട് സംസാരിച്ചപ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന കോഴ്സസ് നോക്കി പോകുന്നതിനേക്കാൾ ഇപ്പം ഇങ്ങനൊരു കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നിനക്ക് എപ്പോഴും ബെറ്റർ അതെ, ആയിട്ടുള്ളത്. ലാസ്റ്റ് അത് ഏത് കോഴ്സിലോട്ടാണ് എത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഏതാ? ജേർണലിസം പ്ലസ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ അത് ലാസ്റ്റ് നോക്കിയതായിരുന്നു. പിന്നെ അതും ഞാൻ പക്ഷേ അത് വേണ്ടെന്ന് വെച്ചു. കേരളത്തിനുള്ളിൽ അങ്ങനെയുള്ള അത്യാവശ്യം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല അത് പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ള എല്ലാം ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിപ്ലോമ പ്രോഗ്രാം ഒക്കെ തരുന്നതാണ്. പുറത്തേക്കാണെങ്കിൽ പോകാൻ പറ്റത്തുമില്ല. പക്ഷെ ജർമ്മനി പോയി ഞാൻ ആലോചിക്കുന്നത്, ഇത് പുറത്തേക്ക് പോകാൻ ഹോം സിക്നെസ് ഉണ്ട്. പക്ഷേ ഈ ജർമ്മനി എങ്ങനെ പോകും? ജർമ്മനി ഇങ്ങോട്ട് വരൂ? ജർമ്മനിയിൽ ചേച്ചി ഉണ്ടല്ലോ. ചേച്ചി എത്ര വർഷം കാണും ഇനി അവിടെ? ചേച്ചി ഇനി ജീവിതകാലം മൊത്തം അവിടെ അല്ലേ. ഓക്കെ. ചേച്ചി ഇപ്പോൾ അവിടെ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവിടെ തന്നെ പഠിച്ച് അവിടെ തന്നെ ജോലി ഒക്കെ ആയിട്ട് നിൽക്കും. അപ്പൊ ചേച്ചി അവിടെ ഉണ്ട് എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് അല്ല, അത് ചൂസ് ജർമ്മനി ചെയ്തത്. പോകണം, ഒരു കോഴ്സ് എടുക്കണം എന്നുള്ള വിചാരം കൊണ്ടല്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് അറിയോ? ഇതാണ് ഇപ്പോഴത്തെ ഒരു എന്തിനാ trend. ട്രെൻഡ് നോക്കി പോകുന്നത്? അങ്ങനെ പോയതല്ല, ഞാൻ പറയട്ടെ. +2 കഴിഞ്ഞപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ഇനി എന്തുവാ തിരഞ്ഞെടുക്കുന്നതെന്ന്. ഞാൻ വേറെ ഇപ്പം ഞാൻ സൈക്കോളജി പറയുവാണെങ്കിൽ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഫാമിലി ഫ്രണ്ട്സ് അല്ല, ഫാമിലി നാട്ടുകാർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നഴ്സിംഗ് എടുത്താൽ മതി, നഴ്സിംഗ് ആണ് നല്ലത് മോളെ, അത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ, നീ അത് പഠിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ. എന്നിട്ട് കുറച്ച് വേറൊരു ടൈപ്പ് ഓഫ് ആൾക്കാർ ചോദിച്ചാണ്, നിനക്ക് എന്തുകൊണ്ട് നഴ്സിംഗ് എടുത്തുകൂടാ, ഇപ്പം അതിന് പോയിട്ടേ കാര്യമുള്ളൂ, നീ വേറെ എടുത്താലും. നഴ്സിംഗ് എടുക്കാന്നുള്ള കാര്യം അതെ, ഒരു വട്ടം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ പോകത്തില്ല എന്ന് ഉറപ്പായപ്പോൾ എന്നോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവിടെ നിൽക്കത്തില്ല. അതെ, അത് അവർക്ക് മനസ്സിലായി. ഇപ്പം അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പപ്പേനെ വിളിച്ചായിരുന്നു. പപ്പേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ ജർമ്മൻ പഠിച്ചോണ്ടിരിക്കല്ലേ, ഒന്നും വേണ്ട അങ്ങ് പോരെന്നായിരിക്കും. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് നീ ബാഗ് പാക്ക് ചെയ്ത് നാളെ ഇങ്ങ് പോരും. ഞാൻ എന്ത്, ഞാൻ വേറെ എന്തോ റീസൺ ആണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞു, മതി ജർമ്മനൊക്കെ പഠിച്ചത്, നീ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുക, എനിക്ക് 2 മക്കളെയും അങ്ങ് ജർമ്മനി വിടുമൊന്നും വേണ്ട. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, 2 മക്കളും ജർമ്മനി പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞങ്ങളെ നോക്കാൻ ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട് നീ ഇവിടെ നിൽക്ക്. അങ്ങനെ ഇഷ്ടം കൊണ്ടാ. അപ്പം എൻ്റെ മനസ്സൊന്ന് മാറിയായിരുന്നു. ഞാൻ നിന്നെ പഠിച്ച വെച്ച് നിന്റെ ക്യാരക്ടർ ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നീ ഇപ്പം ജർമ്മനിയിൽ പോയി കഴിഞ്ഞാലും അവിടെ നിൽക്കത്തില്ല. അങ്ങനെ പറയരുത് ദൈവമേ. അല്ല, ഞാൻ പറഞ്ഞതാ, മേ ബി ചേഞ്ച് ആയേക്കാം. പക്ഷെ കറണ്ട് കണ്ടീഷൻ വെച്ചിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തില്ല, വീട്ടിലേക്ക് തിരിച്ചു വരും. ചേച്ചി അവിടെ ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ജർമ്മനി പോയി 2 വർഷം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിൽ വരിക, അവിടെ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി നാട്ടിൽ വന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വേറെന്ത് ചെയ്യാൻ? അത് അന്നേരമല്ലേ, അത് അന്നേരത്തെ കാര്യമല്ലേ. എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക, ഈ ഒരു എൻ്റെ ഒരു പാഷന്റെ പുറകെ ജീവിക്കുക. ബിസിനസ് ഐഡിയാസിനെ പറ്റി പ്ലാൻ അതെ അതെ, എന്തൊക്കെയായിരുന്നു അത്? കുറേ ഉണ്ട്. പറ, എന്തെങ്കിലും ഓർമ്മ വരുന്ന എന്തെങ്കിലും പറ. കുറേ ഉണ്ട്, ഓർമ്മ വരുന്നിട്ട് ഇപ്പം നിലവിലൊന്നും വരുന്നില്ല. എന്തായാലും ഞാൻ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം ഞാൻ പിജിയുടെ എന്തോ കാര്യം ചോദിച്ചായിരുന്നു. ഒരു വീട് എടുത്തിട്ട് പിജിക്ക് കൊടുത്താലോ, ബിസിനസ് പാർട്ണർ റീസെന്റ് ലാസ്റ്റ് ചോദിച്ചായിരുന്നു. അതിന് മുന്നേ എന്താണ് എന്റെ ഓർമ്മ കിട്ടുന്നില്ല. മാർക്കറ്റിംഗ് കമ്പനിയാണെന്ന് തോന്നുന്നു. അതെ, എന്തായാലും എഡ്യൂസ്പോർട്ട് കൺസൾട്ടൻസിന്റെ ആ ഒരു ഫസ്റ്റ് ഗ്രോത്ത് തൊട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ആ ഒരു ഗ്രോത്തിൽ ഫുൾ ഉണ്ടെന്ന്. അതെ, അതുകൊണ്ട് എനിക്കറിയാം. ഓക്കെ, കമ്പയർ നോക്കാൻ നേരം നഴ്സിംഗ് ആണോ GNM ആണോ ബെറ്റർ? 2 കോഴ്സിൻ്റെ അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഒന്ന്, GNM നോർമലി എടുക്കുന്നത് സയൻസ് ബാച്ച് പഠിച്ചിറങ്ങാത്ത പിള്ളേർ, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHSC പഠിച്ച കുട്ടികളാണ് GNM ചൂസ് ചെയ്യുന്നത്.
പിന്നെ ഞാൻ എൻ്റെ ഒരു കമ്പാരിസൺ വെച്ച് പറയാന്നുണ്ടെങ്കിൽ ഫീസ് നോക്കിയിട്ട് സയൻസ് ബാച്ച് പഠിച്ച പിള്ളേർക്കും GNM വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കാരണം അവർക്ക് ഏത് കോഴ്സ് എടുക്കാം. സയൻസ് ബാച്ച് പഠിച്ച പിള്ളേർക്ക് ഏത് കോഴ്സും എടുക്കാം. പക്ഷേ GNM ചൂസ് ചെയ്തിട്ട് പോസ്റ്റ് BSc ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുക. കാരണം നോർമലി ഇപ്പോൾ എങ്ങനെ പോയാലും 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 12 ലക്ഷം രൂപ റേഞ്ചിൽ വരും ഫീസ്. നോർമലായിട്ട് നല്ലൊരു ക്യാമ്പസിൽ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗിന്. അതേ സ്ഥാനത്ത് 4 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് GNMന് പഠിച്ചിട്ട് ബാക്കിയുള്ള ഒരു 2 രൂപയ്ക്കകത്തിൽ പോസ്റ്റ് BSc ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു കോളേജ് സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ പ്രോപ്പറായിട്ടുള്ള അഫിലിയേഷൻ കറണ്ട് അഫിലിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ അതേപോലെ അവിടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ ഹാപ്പി ആണെന്നുള്ളത് നോക്കും. പിന്നെ ഇവൻസും കാര്യങ്ങളൊക്കെ പക്ഷെ എത്രയും ഞാൻ പറയട്ടെ, ഇപ്പം നോർമലി എല്ലാ കോളേജസും എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാണുമല്ലേ? എല്ലായിടത്തും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഒരു സ്ഥലവും ഇല്ല പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇല്ല. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന കോളേജസ് ആണ് ശരിക്കും പ്രശ്നക്കാർ. അഡ്മിഷൻ ഫീൽഡിലുള്ള സ്കാംസ് എന്തൊക്കെയാണ്? സ്കാംസ് പല രീതിയിലുള്ള സ്കാംസ് ഉണ്ട്. ഇപ്പോൾ നിലവിൽ റീസെൻ്റ്ലി ഫേമസ് ആയി വരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇൻസ്റ്റഗ്രാം പേജിലും അതേപോലെ വാർത്താ ചാനലിലും ഒക്കെ ആയിട്ട്. അതിൽ ഈ ക്യാഷ് വാങ്ങിച്ചു ക്യാഷ് പറ്റിച്ചു എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അത് ശരിക്കും പറ്റിച്ചതായിരിക്കാം ഒന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഏജൻസി ഇടയ്ക്ക് നിൽക്കുന്ന ഏജൻസി പെട്ടുപോയതായിരിക്കാം. ചില കോളേജസ് ആക്ച്വലി റീഫണ്ടബിൾ ആയിരിക്കത്തില്ല എമൗണ്ട്. അകത്ത് ഇൻസൈഡ് കയറിയ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസ് കോളേജ് വെക്കും. അപ്പോൾ ശരിക്കും അത് സത്യം പറഞ്ഞാൽ പേര് വരുന്നത് ഏജൻസിനായിരിക്കും. അങ്ങനെയുള്ള ഇഷ്യൂസ് സ്കാംസിൽ വരും. പിന്നെ അതേപോലെ ഈ അഡ്മിഷൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ടും കാര്യങ്ങളുമൊക്കെ വാഗ്ദാനം കൊടുത്തിട്ട് മീൻസ് ഫസ്റ്റ് ഒരു അഡ്മിഷൻ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ചെറിയ എമൗണ്ട് മാത്രം അടച്ച് അഡ്മിഷൻ ലെറ്റർ എടുപ്പിക്കുമ്പോഴത്തേന് കോമൺലി കണ്ടുവരുന്ന കാര്യം വെച്ചാൽ ഒരു ലെറ്റർ എഡിറ്റ് ചെയ്ത് തരും. പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെറ്റർ എഡിറ്റ് ചെയ്ത് തരും. പക്ഷേ മോസ്റ്റ്ലി ആൾക്കാർ അതിനകത്തിൽ വീഴാറുണ്ട്. കാരണം ഒരാൾ ഒരു എമൗണ്ട് പറയുമ്പോഴത്തേന് അതിൽ ഒരുപാട് താത്ത് വേറെ ആൾ പറയുമ്പോഴത്തേന് താത്ത് പറയുന്നിടത്തല്ലേ ഇപ്പോൾ എടുക്കത്തുള്ളൂ. എല്ലാവരും അഡ്മിഷൻ എടുക്കത്തുള്ളൂ. ശരിക്കുള്ള വെച്ചാൽ കോളേജിൽ ഒരു ഫിക്സഡ് റൂൾ ഉണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട് അകത്ത് കയറാനുള്ള അഡ്മിഷൻ ലെറ്റർ എടുപ്പിക്കാനുള്ള. ഇപ്പം ഒരു കോളേജിൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ കൊടുത്തിരിക്കുന്ന ഫീസ് ആയിരിക്കത്തില്ല അടുത്ത ആൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാര്യമല്ല എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം പറയാനായിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഒരു മെഡിക്കൽ കോളേജിൽ ഞാനൊരു സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 50,000 റുപ്പീസിന് ഒരു റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു സീറ്റ്. 10 lakh റേഞ്ചിലായിരുന്നു അവരുടെ ഫീസ് വന്നിട്ടുള്ളത്. ആ 10 lakh റേഞ്ചിൽ വന്നുകൊണ്ടിരുന്ന ഫീസ് ലാസ്റ്റ് ടൈം ആയി കഴിയുമ്പോഴത്തേന് അവർ 13 to 15 lakh എന്നുള്ള രീതിയിൽ മാറ്റി. അപ്പോൾ ഓൾറെഡി എന്തായാലും നമ്മൾ 10 lakh വെച്ചിട്ട് ഒരു കുട്ടിക്ക് സീറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 10 lakh തന്നെ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് റീസെൻ്റ്ലി നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം 10 lakh പറഞ്ഞിട്ട് ഫീ കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും ഫീ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് കയറുമ്പോൾ തന്നെ എല്ലാവർക്കും പോസിബിൾ ആവണമെന്നില്ല. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പലരുടെയും വേറെ വേറെ ആയിരിക്കും. അതിനുള്ള ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് അസിസ്റ്റൻസ് നമ്മൾ ലോൺ അസിസ്റ്റൻസ് ഒരു 70% റേഞ്ച് ഫീ ഒക്കെ അടച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ ലോൺ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ക്യാമ്പസുകൾ നമ്മൾ ചെയ്യുന്ന ക്യാമ്പസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും. അഫിലിയേഷൻസ് ആയാലും അതുപോലെ സർവീസ് ആയാലും നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഫേവറബിളായിട്ട് സ്റ്റുഡൻസിനും പേരൻസിനും ഫേവറബിളായിട്ട് ചെയ്യത്തുള്ളൂ. മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ബാക്കിയുള്ള കോളേജിനെയും കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ കോളേജിൻ്റെ സൈഡിൽ നോക്കുമ്പോഴത്തേന് അവർക്കതൊരു ബിസിനസ്സായിട്ട് മെഡിക്കൽ കോളേജ് ആണെന്നുള്ള പേരിൽ ഫീസ് കൂടുതൽ വാങ്ങിക്കാം, ഡൊണേഷൻസും ഫീസും ഒക്കെ കൂടുതൽ വാങ്ങിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്കുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള കോളേജ് ഇപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് എടുത്തു. ആ നഴ്സിങ്ങിന് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള കോളേജസും ഉണ്ട്, അതേപോലെ മെഡിക്കൽ കോളേജിലും പഠിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുമ്പോൾ ചൂസ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് ആയിരിക്കും. പക്ഷേ ഇവിടെ പഠിച്ചാലും അവിടെ പഠിച്ചാലും വാല്യൂ ഒരേപോലെയാണ്. പിന്നെ കുറേ കൂടെ പ്രാക്ടിക്കൽ സ്കില്ല് കിട്ടിയേക്കാം എന്നുള്ള എക്സ്പെക്റ്റേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ മെഡിക്കൽ കോളേജിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കുട്ടികളും ഉണ്ട് ഈ പറയുന്ന പ്രാക്ടിക്കൽ സ്കില്ല് കിട്ടാത്ത. കാരണം ഒരു ഹോസ്പിറ്റലിന് പരിമിതിയുണ്ട്, ഒരു ഇത്ര കുട്ടികളെ അവിടെ പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കാവോ എന്നുള്ളത്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പുറത്ത് കൊണ്ടുപോയി പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ നമ്മൾ കോമൺലി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ളതാണെങ്കിൽ അത് ഷിഫ്റ്റ് വൈസ് അവർ തിരിച്ചിട്ട് ലിമിറ്റഡ് സീറ്റ്സ് ആയിരിക്കുമല്ലോ, ഷിഫ്റ്റ് വൈസ് തിരിച്ചിട്ട് അവർ പുറത്തേക്ക് കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് അവരുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഒരു റേഞ്ചിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഫീസും മറ്റേ കോളേജുകൾക്ക് ഒരു റേഞ്ചിൽ താഴെ ആയിരിക്കും ഫീസും ഉണ്ടാവുക. ക്വാളിറ്റി രണ്ടും സെയിം ആയിരിക്കും ഓബിയസ്ലി. ഓക്കെ. ഇപ്പം ഞാൻ
പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കുക. ഉം. അല്ലെങ്കിൽ ഞാൻ ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇയാളുടെ പാഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യുക. ഏത് സബ്ജക്റ്റിനോടാണ് ഇഷ്ടം, എന്ത് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്, എന്താവാനാണ് താല്പര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക, സ്വയം നോക്കുകയെന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ കരിയർ കൗൺസിലിങ്ങിന് വരികയെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന എന്താണെന്നുള്ളത് കൗൺസിൽ ചെയ്യുന്ന ആൾ എന്തായാലും പുറത്ത് കൊണ്ടുവരും, സംസാരിച്ച് വ്യക്തമായിട്ട് ഇയാൾക്കും മനസ്സിലാക്കി തരും, ഇയാളുടെ വീട്ടുകാർക്കും അതേപോലെ മനസ്സിലാക്കി തരും. കാരണം ഇയാൾ ഇപ്പോൾ സ്റ്റുഡൻറ്റ് കൺവിൻസ് ആവുന്ന പോലെ തന്നെയാണ് പേരൻസും കൺവിൻസ് ആവേണ്ടത്. രണ്ടുപേരും ഒരേ രീതിയിൽ ഓക്കെ ആയാലേ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഫണ്ണി ആയാലോ? ഇത്രയും നേരം നമ്മൾ കുറച്ച് ഫോർമലായിട്ടൊക്കെ അല്ലേ പോയത്, നമുക്ക് കുറച്ച് ഫണ്ണി ആവാം. ഓക്കെ, നമുക്കൊരു റാപ്പിഡ് ഫയർ ആയാലോ? റാപ്പിഡ് ഫയർ എന്ന് പറയുമ്പോൾ എന്ത് ഉദ്ദേശിക്കുന്നു? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇങ്ങനെ മിനിറ്റിലല്ല ആലോചിക്കാൻ സെക്കൻഡിന് ആലോചിക്കാൻ ടൈമില്ല, ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് പറയണം. ഓക്കെ, പെട്ടെന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഉം. ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്. എത്ര സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുന്നു അതിലാണ് കാര്യം. ഓക്കെ, ഉം. മെയ് മാസത്തിൽ ജനിക്കുന്ന തേനീച്ചയുടെ പേരെന്തായിരിക്കും? ആലോചിക്കൂ, എന്തേലൊക്കെ പറ. പൊട്ടത്തരാണെങ്കിലും വിളിച്ച് മേ ബി. ഇത് നേരത്തെ പഠിച്ചിട്ട് വന്നതാ. അല്ല, മേ ബി. ഇത്രയ്ക്കൊക്കെ ബുദ്ധിയുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്യാന്ന് വിചാരിക്കും. അതെ, മോശമായിപ്പോയി. ഇത് നേരത്തെ പഠിച്ചിട്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു. അല്ല, നീ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞായിരുന്നു, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആൻസർ ചോദിച്ചിട്ട് പറഞ്ഞു തന്നില്ല. അപ്പൊ ആലോചിച്ചു, അത്രയും സമയം തൊട്ട് ഇവിടെ വരെയുള്ള സമയത്തിൽ മേ ബി അങ്ങനെ ആലോചിച്ചിട്ടാണ്. കിട്ടി. ഇതെന്തായാലും കള്ളക്കറിയാട്ടോ. ഓക്കെ, ഒരാള് രാവിലെ 5 മണിക്ക് പശുവിനെ കറക്കാൻ ചെന്നു. പെട്ടെന്നൊരു ഭൂമികുലുക്കം ഉണ്ടായി. എന്തായിരിക്കും അയാൾക്ക് കിട്ടിക്കാണുക? പാലാണോ? പശുവിനെ കറക്കാനല്ലേ എന്ന്? പാലാണ്. കുറച്ചുകൂടി ലോ ലെവലിലേക്ക് ഇറങ്ങി വന്ന് ചിന്തിക്കൂ. അതെ, ഷേക്ക്, ആ മിൽക്ക് ഷേക്ക്. അതെ അതെ അതെ. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, മുതിർന്നവരായ ചാടിക്കളിക്കും. കുട്ടിക്കാലത്ത് നീന്തി കളിക്കും, മുതിർന്നവരായ ചാടിക്കളിക്കും. തവളയാണോ? ഇത് നേരത്തെ എവിടെയോ ഞാൻ ആലോചിച്ച് പറയുന്ന സീരിയസ്ലി. ഓക്കെ, നമുക്ക് സൗരവ് ചേട്ടൻ്റെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ബന്ധപ്പെട്ടെന്നല്ല, ഒരു വേർഡ് അതിനകത്ത് വരുന്നുണ്ട്, അത്രേ ഉള്ളേ. എഡ്യൂക്കേഷനും ചൂടും തമ്മിലുള്ള ബന്ധം. പെട്ടെന്ന് ആൻസർ പറയരുത്, എന്തെങ്കിലും കാര്യം. ചൂടും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ല. അല്ല, ഒന്നും കിട്ടുന്നില്ല പറയാനായിട്ട്. പൊട്ടത്തരെങ്കിലും വിളിച്ചു പറ. ഇതൊക്കെ ഞാൻ പറഞ്ഞ വലിയ വിഷയമാവും. ഇല്ല, ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? അതെ അതെ. എന്തുവായിരിക്കും? എഡ്യൂക്കേഷനിലും ചൂടിലും ഉള്ളൊരു സാധനമാണത്. എഡ്യൂക്കേഷൻ ആ വാക്കല്ല ശ്രദ്ധിക്കേണ്ടത്. എഡ്യൂക്കേഷനിലും ഉണ്ട്, ചൂടിലും ഉണ്ട്. എഡ്യൂക്കേഷനിലും ഉണ്ട്, ചൂടിലും ഉണ്ടോ? കിട്ടുന്നില്ല. പറഞ്ഞു. ഡിഗ്രി. അടിപൊളി. 4 4 കൂട്ടുമ്പോൾ 9 കിട്ടുന്നത് എപ്പോൾ? അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേരുമ്പോൾ അല്ല, പിന്നെ ആലോചിക്കും, എനിക്കറിയത്തില്ല. 4 4 കൂട്ടുമ്പോൾ 9 കിട്ടുന്നത് എപ്പോൾ? അതെങ്ങനെ ഒന്നുകൂടെ ആഡ് ചെയ്താലേ 9 ആവത്തുള്ളൂ? 4 4 കൂട്ടി 8, അതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യല്ലേ 9 ആവത്തുള്ളൂ? അല്ല, 4 4 കൂട്ടുമ്പോൾ 9 കിട്ടും. എപ്പോഴാ? ഒരു പിടിയില്ല. നോ ഐഡിയ ഇല്ല. കണക്ക് തെറ്റുമ്പോൾ. ഓക്കെ. കാലണ്ടറിൽ കാണുന്ന ഫ്രൂട്ട്. സിമ്പിൾ. ഇത് പറഞ്ഞില്ലേ നാണക്കേടാ. കലണ്ടറിൽ കാണുന്ന ഫ്രൂട്ടോ? ആലോചിക്കൂ, എന്താണ് അതിലുള്ളത്? ക്ലൂ ആണേ, എന്താണ് അതിലുള്ളത്? നമ്പേഴ്സ് ആണോ? ആലോചിക്ക്, ഞാൻ ഇനി പറഞ്ഞു തരത്തില്ല. ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉത്തരം
പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ലൈഫ് ലൈൻ ഉണ്ടോ? ഫോണെ ഫ്രണ്ട്. അല്ല, അത് അവിടുന്ന് അല്ലേ ക്വസ്റ്റ്യൻ വന്നത്. അല്ല അല്ല അല്ല, ഇത് നിന്റെ ക്വസ്റ്റ്യൻ ആണോ? എന്തേലും ഊളത്തരമായിരിക്കും. തല കുരിച്ച് നിൽക്കുന്നു. 50-50. എന്താണ് അതിലുള്ളതെന്ന് ആലോചിക്ക്. നമ്പേഴ്സിനെ വേറെ രീതിയിൽ ഞാൻ കൺവേർട്ട് ചെയ്യണോ? നമ്പേഴ്സ് അല്ലത്, നമ്പർ. പറയൂ. അതെ അതെ അതെ, വിദേശത്ത് കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഫ്രൈഡേ. ഡേറ്റ്സ്. ഓക്കേ. ഫോണെ ഫ്രണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴാ മനസ്സിലായി. ഇങ്ങനെ നിന്ന് ആലോചിക്കുവായിരുന്നല്ലേ? അതാണല്ലേ ഡ്രൈ ഫ്രൂട്ട് വന്നത്. ഞാൻ ഡ്രൈ മാറ്റി ഫ്രൈ ആക്കി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വന്തമായി കസേരയുള്ള മാൻ. ചെയർമാൻ. ഇതൊക്കെ പഴയ സാധനം. ടഫായിരുന്നു കേട്ടോ. പക്ഷേ ഓക്കെ, ആരും യാത്ര ചെയ്യാത്ത ബസ്. ഞാൻ എവിടോ കേട്ടിട്ടുണ്ട്. എന്നാ പറ. സിലബസ്. ഇത് ആൻസർ ഓൾറെഡി അറിയാം, എന്നിട്ട് ആലോചിക്കുന്ന പോലെ അല്ലല്ല, ഇത് എന്ത് ബസ്സാന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ആയിക്കോട്ടെ, എന്തോ ഒരു ബസ്സാന്ന് എനിക്കറിയായിരുന്നു. സിലബസ്. ഇതാരാ ക്വസ്റ്റ്യൻ ആരാ തന്നെ? അത് ഞാനല്ലോ. പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? പട്ടിക്ക് കുരയ്ക്കാൻ തോന്നിയിട്ട്. അല്ല, പിന്നെ ആരും മിണ്ടരുത്. ക്യാമറയുടെ ബാക്കിലുള്ള ഒരു ആൻസർ പറയുന്നുണ്ട്. പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ടെന്നോ? വായും കൊണ്ട്. കറക്റ്റാ. ഓക്കെ. ഒരിക്കലും പറക്കാത്ത കാക്ക. സുലൈമാൻ കാക്കയോ ബീരാൻ കാക്കയോ വല്ലതും ആണോ? അല്ല. പിന്നെ അടുത്തെത്തിയോ? ഇതുപോലെ ആരുടെയെങ്കിലും പേരായിരിക്കും. അടുത്തെത്തി, പറ. പേരായിരിക്കും. പേരാണെങ്കിൽ ഇപ്പൊ എന്തും പറയാം. പേരല്ല, കോമൺലി എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അവിടുന്ന് ഹാന്ന് മാത്രം വരുന്നുണ്ട്. അതല്ല. എന്ത്? ഇക്കാക്ക. ഞാൻ വേറെന്താ കേട്ടത്? പറഞ്ഞാൽ കോമഡി ആയതിനെ പോലും. അത് പറഞ്ഞോ. ഓക്കെ, എല്ലാവരും ബഹുമാനിക്കുന്ന തല. ബഹുമാനിക്കുന്ന തല. അജിത്ത് വല്ലോ ആണോ? ചുമതല. ഓക്കെ. ഗുഡ് ക്വസ്റ്റ്യൻ. ഒരിക്കലും കായ്ക്കാത്ത മരം. പോരട്ടെ, പെട്ടെന്ന്. അത് തന്നെ. എന്ത്? പറ, മനസ്സിൽ കിടക്കുന്ന ഉത്തരം പറ. എന്റെ മനസ്സിലൊന്നുമില്ല. എന്ത് മരം? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതിന്റെ ആൻസർ അറിയാം. എജി സ്പോർട്ട് കൺസൾട്ടൻസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സൗരവിന് മാത്രം ആ ഒരു ഉത്തരം അറിയത്തില്ലെന്ന് പറയുമ്പോൾ അതൊരു നാണക്കേടാണ്. അങ്ങനെ പറയാതിരിക്കരുത്. പറ. എന്തു? സമരം. പറക്കാൻ പറ്റാത്ത കിളി. എന്റെ ഇത് കിളിയെല്ലാം പോയിരിക്കും. ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു. ഇതൊക്കെ എന്ത്? പെകിളി വല്ലോ വന്നു. അല്ല, ഇക്കിളി. എല്ലാം ഒരുപോലൊക്കെ തന്നെ. മരിക്കാതിരിക്കാൻ എന്ത് വേണം? ജനിക്കാതിരിക്കണം. കറക്റ്റ് ആൻസറാ. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? വേണ്ട. ഇതെല്ലാവർക്കും അവസരമുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവസരമുണ്ട്. പട്ടിണി പാവങ്ങളുടെ ഇന്ത്യയല്ല. ഇന്ത്യ അതാ ഉദ്ദേശിച്ച പുള്ളി. അല്ല, പറയൂ. ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം. ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഏത് രാജ്യമായിരിക്കും? ശ്രീലങ്ക വല്ലോ. എന്താ ശ്രീലങ്കയിൽ എന്ത് പറ്റി? ഞാൻ ചുമ്മാ ചോദിച്ചേ. അത് വിശക്കുന്നതല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. അത് പിടിക്കാം. ആൻസർ പറയട്ടെ. സ്പെയിൻ. എന്ത്? സ്പെയിനിൽ എന്തിരിക്കുന്നു? അതൊരു എസ് ആദ്യം വന്നേ ഉള്ളൂ. സ്പെയിൻ. എസ് ഉണ്ടല്ലോ ആദ്യം. അത് നോക്കണ്ട, നമ്മള് നോക്കും. അത് പറയുന്നതിന്റെ വഴിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞു പോയതാ പുള്ളി. ആര്? ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ പുള്ളി
അപ്പോൾ ഈ പുള്ളിയാണ് ആദ്യം ഉണ്ടായത്, സ്പെയിനാണ് ആദ്യം ഉണ്ടായത്? പറ. സ്പെയിൻ. പിന്നെ എങ്ങനെയാടി? അത് വിട്, അത് കൊള്ളൂല. സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത്? എന്ത്? അതാണ് AC. അല്ല, സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത്? ഊയോ? അതെങ്ങനെ? സുഖം. സുഖത്തിലെവിടെ ഊ? കായാണ്. അങ്ങനെയാണെങ്കിൽ കുറെ സാധനം ഉണ്ട് ഒരുപോലെ. തോളിൽ സഞ്ചിയുള്ള ജീവി ഏത്? തോളിൽ സഞ്ചിയുള്ള ജീവിയോ? അതെന്തു കണക്ട് ആവുന്നില്ലല്ലോ. എനിക്കത് മനസ്സിലായില്ല, പക്ഷെ എന്റെ ആൻസർ എൻ്റെ കയ്യിലുണ്ട്. ആൻസർ പറ. കണ്ടക്ടർ. ഞാൻ അങ്ങനെ എന്തോ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ കണ്ടക്ടറിന്റെ തോളിൽ സഞ്ചി ഉണ്ടോ? അതാ ഞാനും പൈസ ഇടാൻ വേണ്ടിയുള്ളതായിരിക്കും. എന്തായാലും ആൻസർ കിട്ടിയല്ലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കാണാൻ പറ്റാത്ത നാവ്. കിനാവ്. അതവിടുന്ന് ആൻസർ കിട്ടിയതാ. എല്ലാരും ആൻസർ പറയുമ്പോ പെതുക്കെ പറയണം. ലാ പോയാൽ കുഴപ്പമാകുന്ന അപ്പം. ഏറ്റവും സംശയമുള്ള മാസം ഏതാണ്? ചോദിക്കണ്ടേ? ഇംഗ്ലീഷ് മാസം, മലയാളം മാസം? ഇംഗ്ലീഷ് മാസം. അതെന്താ സംശയം? മെയ് ആണോ? അല്ല, ഫെബ്രുവരി. ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ വിജയിക്കാത്ത നാട്? പഞ്ചാബ്. ശരിയാ. അവർ തലപ്പാവല്ലേ അവിടെ എല്ലാരും? പറയട്ടെ ആൻസർ. പെണ്ണുങ്ങൾ മാത്രമുള്ള സ്ഥലമില്ലുണ്ടോ? കഷണ്ടിയുടെ നാട്. വേനൽക്കാലത്ത് മനുഷ്യനെ താങ്ങുന്ന ഭാരം? നോ ഐഡിയ. ആലോചിച്ച് കുടിക്കുന്ന ഒരു സാധനം. ക്ലൂ തന്നു. എന്ത്? ഷാർജ വല്ലോ? നാരങ്ങ വെള്ളം? അതിന് മുന്നേ എന്തായിരുന്നു പറഞ്ഞേ? ഷാർജ അല്ല, സംഭാരം. ഭാരം. ഏറ്റവും വലിയ ആലോ? ഇപ്പൊ കൊറേ നാളായെന്ന് തോന്നുന്നു. എന്ത് ക്ലൂവാ? സിനിമ വല്ലോ ആണോ? അല്ല. ഏറ്റവും വലിയ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ക്യാമറയുടെ പിന്നിലുള്ള എല്ലാവരും ഇതിന്റെ ആൻസർ ആണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മൈക്ക് കൂടി തരാൻ കേട്ടോ. ഈ ഇടയ്ക്ക് കണ്ട് എന്തോ ഫേമസ് ആയിട്ടുണ്ട്, അതിന്റെ കാര്യമാണെന്ന് തോന്നുന്നു. അല്ല, പിന്നെന്ത്? ഹർത്താല്. അയ്യോ, അത് ആലാണോ? ഹർത്താൽ. അത് നീ അങ്ങനെ ആക്കിയാൽ അങ്ങനെ ആവും. അല്ല, ഞാൻ അല്ല ആക്കിയത്. തോന്നുന്നു ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തത് ഞാനല്ല. ഇതിൽ എനിക്ക് യാതൊരു പങ്കും ഇല്ല എന്നുള്ള വിവരം ഇവരെയും സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ കഴിയുന്ന അക്ഷരം? ഒന്ന് പറഞ്ഞ കൂടെ ലാസ്റ്റ് ആണേ. ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ്? കോൾഗേറ്റ്. ഇത് ഞാനേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ എപ്പോൾ പറയാതിരിക്കുന്നു, അതിൻ്റെ ആൻസർ ഞാൻ എപ്പോൾ പറയുന്നത് അവിടെ വെച്ച് നമുക്ക് നിർത്താം. ലാസ്റ്റാ. ആരും ഇഷ്ടപ്പെടാത്ത പ്രായം? അല്ല, അടുത്തെത്തി. അഭിപ്രായം. ഓക്കെ, അങ്ങനെ നമ്മുടെ റാപ്പിഡ് ഫയർ സെഷൻ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല അഭിപ്രായം. എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഒക്കെ? സിമ്പിൾ ആയിരുന്നു? സിമ്പിൾ അല്ലായിരുന്നു? ഞാൻ ബ്രോഡ് ആ ഒരു ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്ക് ടു നമ്മുടെ ഫോർമൽ സെഷനിലേക്ക് വരാമല്ലേ? അപ്പം അടുത്തതായിട്ട് GNM-ഉം BSc നഴ്സിംഗും ഒന്ന് കമ്പയർ ചെയ്ത് പറയാമോ? കുട്ടികൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണോ? ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ GNM-ഉം BSc-യും രണ്ട് ഫീ ആയിരിക്കും വരുന്നത്. ഒന്ന് വേറൊരു കാര്യം വെച്ചാൽ GNM മെയിൻലി സയൻസ് ബാച്ച് അല്ലാത്ത കുട്ടികൾക്ക്, അതായത് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചിട്ടുള്ള VHSC ഒക്കെ പഠിച്ച കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ. കാരണം അവർക്ക് എലിജിബിലിറ്റി GNM എടുക്കാൻ വേണ്ടി മാത്രമാണ് നഴ്സിങ്ങിൽ. പിന്നെ BSc എന്ന് വെച്ചാൽ സയൻസ് ബാച്ച് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ.
പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എല്ലാവരുടെയും നോക്കേണ്ടതാണ്. ഇപ്പോൾ ലോൺ എമൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ 90% കുട്ടികൾ ലോണായിരിക്കും. ഇപ്പോൾ ലോൺ എമൗണ്ട് ആണെങ്കിലും ഒരു പരിധി വരെയൊക്കെ അത് ലോൺ കയറത്തുള്ളൂ. ഒരു റേഞ്ച് വരെ കയറത്തുള്ളൂ. വർഷം മാറിക്കൊണ്ടിരിക്കുകയാണ് ലോൺ എമൗണ്ട് സാങ്ഷൻ ആവുന്ന രീതി. അപ്പോൾ ഈ GNM പഠിച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് BSc വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. എല്ലാവർക്കും സയൻസ് ബാച്ച് ആണ്, ഏത് ബാച്ച് ആണെങ്കിലും അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കി അതാകുമ്പോഴത്തേന് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. സെയിം വാല്യൂ തന്നെ കിട്ടും BScയുടെ. പക്ഷെ BSc നഴ്സിംഗ് ഡയറക്റ്റ് കയറേണ്ടവർക്ക് ആ ഒരു രീതിയിൽ ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നത് വാല്യൂ രണ്ടിനും സെയിം ആയിരിക്കും വരുന്നത്. നേഴ്സ് എന്നുള്ളതാണ് എന്തായാലും വാല്യൂ വരിക ഫൈനലി. അപ്പോൾ ഈ GNM ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നോളജും കാര്യങ്ങളും ഒക്കെ, കാരണം ഇവർക്ക് ഇതേ സമയം പോസ്റ്റ് BSc അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് BScയിലേക്ക് കൺവേർട്ട് ആക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ അവർക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ സ്കില്ലും കാര്യങ്ങളൊക്കെ കൂട്ടാനായിട്ട് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോബും കാര്യങ്ങളും എല്ലാം കൂടെ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവർ പഠിച്ചിറങ്ങുന്ന ടൈമിൽ ഇവർക്കൊരു നഴ്സിംഗിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇറങ്ങാം. പോസ്റ്റ് BSc ചെയ്ത ആൾക്കാർക്ക്, GNM പ്ലസ് പോസ്റ്റ് BSc ചെയ്ത ആൾക്കാർക്ക്. അതേ സ്ഥാനത്ത് ഈ BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് പിന്നെ നിൽക്കണം 1-2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, നമുക്ക് ഇപ്പം +2 ഫെയിലായ കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ അവർക്ക് ഈ 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് +2 ഫെയിൽ ആയവർക്ക് 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ തന്നെ കോഴ്സുകൾ ചെയ്യാൻ പറ്റും. പാരാമെഡിക്കൽ ഡിപ്ലോമയുണ്ട്. അതായത് ഈ BSc അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഒന്നുമില്ല. നമ്മുടെ ഈ നോർമൽ ബാച്ചിലേഴ്സ് ഇല്ലേ, BSc അനസ്തേഷ്യ, OT ടെക്നോളജി, പിന്നെ ഡയാലിസിസ് ടെക്നോളജി, അങ്ങനെയുള്ള കോഴ്സുകളില്ലേ, അതിൻ്റെ തന്നെ ഡിപ്ലോമ ഉണ്ട്, പാരാമെഡിക്കൽ ഡിപ്ലോമ. അപ്പോൾ അത് ചെയ്യാം. 10th ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ചെയ്യാം. അത് മാത്രമല്ല ഈ കോഴ്സ് കഴിയുമ്പോഴത്തേന് അത് ലാറ്ററൽ എൻട്രി ചെയ്തിട്ട് അവർക്ക് BScയിലേക്ക് ബാച്ചിലേഴ്സിലേക്ക് കൺവേർട്ടാക്കി നോർമലി ഒരു കുട്ടി പഠിച്ചിറങ്ങുന്ന രീതിയിൽ ഒരു 3+2 വർഷം, അത് 5 വർഷം കൊണ്ട് അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം കൊണ്ട് പഠിച്ചിറങ്ങാനായിട്ട് പറ്റും. ആ ഒരു ഗ്യാപ്പിൽ ഇവർ ആ ഡിപ്ലോമ ചെയ്യുന്ന ഗ്യാപ്പിൽ തന്നെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം നഷ്ടപ്പെടുത്താതെ അവർക്ക് ആ ഒരു ഗ്യാപ്പിൽ ഈ +2 എഴുതിയെടുക്കാൻ പറ്റും. +2 എഴുതിയെടുത്തെന്നുമായി പറഞ്ഞ പോലെ അവരൊരു ഇയർ ഗ്യാപ്പ് വരെയും ചെയ്തില്ല, ബെനിഫിഷ്യലായിട്ട് പോകും അവരുടെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഇയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും സർട്ടിഫിക്കേഷൻ വരുന്നത് കയറിയ വർഷം തൊട്ട് ഇറങ്ങിയ വർഷം വരെയുള്ളതായിരിക്കും. അപ്പോൾ ഒരു പുറത്തേക്കൊക്കെ പോകാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിൽ അവർ ഇൻ്റർവ്യൂവിനൊക്കെ പോയിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കൈ വാങ്ങിച്ച് ചെയ്യുമ്പോഴത്തേനും ചോദിക്കും എന്താണ് ഗ്യാപ്പ് വന്നത്, ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു, എന്തെങ്കിലും കോഴ്സ് എടുത്തതെന്നൊക്കെ. ഇപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കുട്ടികൾ പുറത്ത് പോയി പഠിക്കാനായിട്ട് ഒരു പുറത്തുനിന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യക്ക് പുറത്ത് പോയി പഠിക്കാനായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? നാട്ടിൽ നിന്ന് പഠിക്കുന്നതാണോ നല്ലത്? എന്തുകൊണ്ടായിരിക്കും അവർ പുറത്തോട്ട് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറയുന്ന ബാച്ചിലേഴ്സ് നാട്ടിൽ ചെയ്തിട്ട് മാസ്റ്റേഴ്സ് പുറത്ത് പോയി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം മെയിനായിട്ട് പോകുമ്പോൾ അവർക്ക് പാർട്ട് ടൈമും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തായിരിക്കും അവർ പോകുന്നത്. പക്ഷേ ഈ ബാച്ചിലേഴ്സ് ഒരിക്കലും അവിടെ ചെന്നിട്ട് റെഗുലറായിട്ട് ആ രീതിയിൽ പഠിച്ച് പോകാനായിട്ട് പറ്റത്തില്ല. എല്ലാം മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. സ്റ്റഡി പ്രഷറും കാര്യങ്ങളും എല്ലാം വേറെ വരും. അതുപോലെ വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഇപ്പോൾ വിസ എക്സ്റ്റൻഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരും. കുറച്ചുകൂടെ ബെറ്റർ ബാച്ചിലേഴ്സ് നമ്മൾ നാട്ടിൽ ചെയ്തിട്ട് മാസ്റ്റേഴ്സ് പുറത്ത് പോയി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് നാട്ടിലുണ്ടല്ലോ. നാട്ടിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും അവർ പുറത്തോട്ട് പോകാൻ അത് വേണ്ടി ഓരോ ആൾക്കാരുടെ ആഗ്രഹമാണ് അവിടെ ചെന്ന് പഠിക്കണം. ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കുമായിരിക്കും. ഇപ്പോൾ ഫീസിൻ്റെ കാര്യമാണെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുന്നതായാലും ചില കൺട്രീസൊക്കെ അവരുടെ എഡ്യൂക്കേഷനിൽ ഒരു സിസ്റ്റം വളരാൻ വേണ്ടി അങ്ങോട്ടേക്ക് സ്കോളർഷിപ്പ് ബേസിൽ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്, അറിയാമല്ലോ. അറിയാം. അപ്പോൾ അങ്ങനെ ഓക്കെ, ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ചൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെക്സ്റ്റ് ഒരു കൺസൾട്ടൻസിന് ചൂസ് ചെയ്യുമ്പോഴാണോ അതോ കൗൺസിലിംഗ് ചൂസ് ചെയ്യുമ്പോഴാണോ ഉദ്ദേശിച്ചത്? +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇപ്പം അവർക്ക് ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് കാണും, ഓക്കെ, ഒരുപാട് ഡൗട്ട്സുകളായിട്ടായിരിക്കും അവർ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരിക്കലും ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പോയി അല്ലെന്നുണ്ടെങ്കിൽ പരിചയത്തിൽ ഒരാൾ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സും ഒരു കോളേജും ചൂസ് ചെയ്യാതിരിക്കുക. കറക്റ്റായിട്ടുള്ള കൗൺസിലിംഗ് ഇരുന്നിട്ട് പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം കോഴ്സ് ചൂസ് ചെയ്യുക. നീ ഇപ്പോൾ ഒരു അക്കാദമിയിൽ പഠിക്കുമല്ലേ, നീ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ് കിട്ടുന്നുണ്ടോ? ഇപ്പം ഞാൻ പഠിക്കുന്ന നീ അക്കാഡമി എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ് കിട്ടുന്നുണ്ടോ? ഞാൻ പറയട്ടെ, അവിടെ എന്ന് വെച്ചാൽ നമ്മൾ സ്വയമേ പഠിക്കുക എന്നൊരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അപ്പം എന്നെ സംബന്ധിച്ച് ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പം ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് ഞാൻ പഠിക്കും. ഓക്കെ, എന്നാലും അവർ അവരുടെ മാക്സിമം ചെയ്യുന്നുണ്ട്. ദിയയുടെ കൂടെ പഠിച്ചിരുന്ന പല കുട്ടികളും പല സ്ഥലങ്ങളിൽ പഠിക്കുന്നുണ്ട്. എല്ലാവരും കോണ്ടാക്ട് ഉണ്ടോ കുട്ടികളുമായിട്ട്? പിന്നെ
എല്ലാവരും പക്കാ സാറ്റിസ്ഫൈഡ് ആണോ പോയ സ്ഥലങ്ങളിൽ? ഒരിക്കലും അല്ല. അവർ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പോയവരുണ്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലാതെ എൻ്റെ കൂടെയുള്ള ഒരു 90% ഓഫ് സ്റ്റുഡൻസും പോയിരിക്കുന്നത് നഴ്സിങ്ങിന് തന്നെയാണ്. കാരണം അവരുടെ ചുറ്റുമുള്ള ആൾക്കാർ പോയിരിക്കുന്നത് അതിനാണ്. അതാ. അതിന് മാത്രം ഈ ഒരു ഇപ്പം ഓരോരുത്തരുടെയും പാഷൻ എന്താണെന്ന് ആരും നോക്കാൻ നിൽക്കുന്നില്ല. നോക്കാൻ നിൽക്കുന്നില്ല. ട്രെൻഡ് എന്താണോ അതിന് പുറകെ പോകും. അവരുടെ ഫാമിലിയെ നോക്കുന്നു. അങ്ങനെ അവർ നഴ്സിംഗ് സെലക്ട് ചെയ്ത് പോകുന്നു. വേറൊരു കോഴ്സിനെ പറ്റി അവർ ചിന്തിക്കാറ് കൂടിയില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ, എടി നിനക്ക് എന്താ ആഗ്രഹം? ഞാൻ ഒരു ഗേൾസ് സ്കൂളിലാണ് കേട്ടോ പഠിച്ചത്. അറിയത്തില്ലായിരുന്നു. അല്ല, ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ ചോദിക്കാറ്. ഗേൾസ് സ്കൂൾ അല്ലല്ലോ അത്. അതെ, സൗരവ് ബ്രോന്റെ അനിയൻ വന്നതോടെ അത് മിക്സഡ് ആക്കി. മിക്സഡ് ആക്കി. ഓക്കെ. ഓക്കെ, അപ്പം ഞങ്ങളായിരുന്നു ലാസ്റ്റ് ഗേൾസ് ബാച്ച്. അപ്പം നമുക്കത് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരുന്നു അത്. അപ്പം നമ്മളിപ്പം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാമെന്ന് വെച്ചോ, നേടി നിനക്ക് എന്തിനു പോകാനാണ് ആഗ്രഹം, ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താ പ്ലാൻ ചോദിച്ചാൽ, ഓ ഇല്ലടി നഴ്സിംഗ് ആയിരിക്കും. വേറെ ഇപ്പം ചിലപ്പോൾ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അവർക്ക് ചിലപ്പം കഴിവുകൾ കാണും. ചിലവർ ഈ അഡ്വക്കേറ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും ഇടയ്ക്ക്. പക്ഷെ അവർ ഓ ഇല്ലടി ഞാൻ നഴ്സിങ്ങിനായിരിക്കും പോകുന്നത് എന്ന് പറയുന്നവരായിരിക്കും എൻ്റെ ചുറ്റുമുള്ളവർ. തിങ്ക് ചെയ്താൽ മാത്രം പോയി ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഗട്സ് വേണം. അത് മാത്രമല്ല, അവരവരുടെ ഫാമിലിനെ നോക്കണം. ഫാമിലിനെ നോക്കണം. ഫാമിലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്, അതൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നല്ല സപ്പോർട്ട് തന്നെയാണ്. ഫാമിലിന്റെ ഭാഗത്ത് എൻ്റെ അടുത്ത് ഫാമിലിയിലുള്ളവർ മനസ്സിലാക്കണം ഫസ്റ്റ്. അതെ, എൻ്റെ അടുത്ത് ഒരു ടൈം ആയപ്പോൾ പറഞ്ഞത്, എൻ്റെ അടുത്ത് ആദ്യമേ പപ്പയ്ക്ക് നഴ്സിങ്ങിന് വിടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഒരു ടൈം വരെ പറഞ്ഞു പോവുകയാണെങ്കിൽ അവൾ പോട്ടെ എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം അവരെന്താ ചിന്തിക്കുന്നത്, മക്കൾ എങ്ങനെയെങ്കിലും നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നേ അവർ ചിന്തിക്കത്തുള്ളൂ. ഒരു ടൈം ആയപ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്നെ നഴ്സിങ്ങിന് വിട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതിന് ശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡ് എന്താണോ അതിന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എക്സാക്ട്ലി അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ BSc സൈക്കോളജി എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നു. അപ്പോഴും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വരുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുകയായിരുന്നു. പാസ്സാവുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യത്തിലൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ NSS ഒക്കെ ഉണ്ടായതുകൊണ്ട് എങ്ങനെയൊക്കെയോ ജയിച്ചു പോയി. അതിനു മുന്നേ ഞാൻ ഈ ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അതിനും അപ്ലൈ ചെയ്തു. ഇത് വന്നപ്പോൾ റിസൾട്ട് പിന്നല്ലേ വന്നത്, അതിന് ഓൾറെഡി അപ്ലൈ ചെയ്ത് ക്ലാസ് തുടങ്ങാൻ ടൈമായി. അങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്താണ് ഞാൻ ജർമ്മനിലേക്ക് വന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് സെഷൻ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ വിലയേറിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് വേണ്ടി ഷെയർ ചെയ്ത സൗരവ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ശരിയായ വഴി കണ്ടെത്താൻ ഈ എപ്പിസോഡ് സഹായമായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.